We will continue. The district administration had described the Hardoi murders as a result of a dispute between two families. On the face of it, this explanation seems convincing as the boy and the girl belong to two different families. But it is also a fact that both the boy and the girl belong to two different communities from within and without the Chaturvarna order. One wonders had the boy belonged to a Rajput community or any community belonging to the walled confines of the Varna order, would there still have been such murders? Love has its limitations. അപ്പം നമ്മൾ ഈ ഹർദോയിലുണ്ടായിരുന്ന ഒരു ദളിതനായിട്ടുള്ള ഒരു ആൺകുട്ടിയും രജപുത്രയായിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹം അതൊക്കെ കുടുംബകലഹത്തിൽ സംഭവിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർ രണ്ടുപേരും ഒരേ ജാതിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. അപ്പം ഡിസ്ട്രിക്ട് ഭരണകൂടം എന്താണ് ഇത് വിശദീകരിക്കുന്നത്? രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ വഴക്കാണ് ഹർദോയ് കൊലയ്ക്ക് കാരണമായെന്ന്. പെട്ടെന്ന് ഈ വിശദീകരണം ശരിയാണെന്ന് തോന്നും. ആ യുവതിയും രണ്ട് വ്യത്യസ്ത വർണ്ണത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അവർ ഒരു സമൂഹത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ അങ്ങനൊരു കൊലപാതകം അവിടെ നടക്കുകയില്ലായിരുന്നു. പക്ഷേ സ്നേഹത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ഇവർ ഒരേ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ, രജപുത്രരായിരുന്നെങ്കിൽ ഇങ്ങനൊരു കൊല നടക്കുകയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ശിക്ഷ നടപ്പാക്കുകയില്ല. പക്ഷേ ഭരണകൂടം എന്താ പറയുന്നത്? അത് അവർ കുടുംബകലഹം കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്നാണ് പറഞ്ഞ് ഭരണകൂടം കൈയൊഴിയുന്നത്. ഇറ്റ് ഹാസ് മെറ്റീരിയലൈസ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ് ലവേഴ്സ് ആർ ബോൺ ഇൻ. എനി ഡിഫിയൻസ് ഓഫ് ദ മനുധർമ്മശാസ്ത്ര അട്രാക്ട്സ് പെനാൽറ്റീസ്. മനുധർമ്മശാസ്ത്രം നമ്മൾ പറഞ്ഞു ആര്യൻസിൻ്റെ സമയം തൊട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന ഓരോ സോഷ്യൽ സിസ്റ്റമാണ്, സാമൂഹ്യ വ്യവസ്ഥയാണ്. എന്താണ് ആ വ്യവസ്ഥ? ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവാഹം. ബട്ട് സം വുഡ് ആർഗ്യൂ ദാറ്റ് ദിസ് റിജിഡിറ്റി ഈസ് എസെൻഷ്യലി എ കൺട്രി സൈഡ് ഫെനോമിനൻ ആൻഡ് ദ അർബൻ enlightened sections have made a decisive departure from it. Often confronted by such opinions, I introspected എന്ന് വെച്ചാൽ ആത്മപരിശോധന. ഒരു കാര്യത്തിൽ നടക്കാം, ഈ കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് കൺട്രി സൈഡിലാണ്. എന്ന് വെച്ചാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത്, പട്ടണത്തിൽ അത്ര കുറവാണ്. I made a list of 24 friends who, after a prolonged experimentation with love, had decided to be life partners. Since most of them are, I'm sure, committed critics of the Chaturvarna order, I had to conduct the exercise under utmost secrecy. The results were appalling, if not totally outrageous. I still wonder why most of my Brahmin friends happen to fall in love only with the Brahmin girls and vice versa. ഇപ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഈ ചാതുർവർണ്ണ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരു തലമുറയായി. പക്ഷേ എന്നാലും മനുഷ്യരിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം മനുധർമ്മശാസ്ത്രം ലംഘിച്ച കടുത്ത ശിക്ഷ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താ, ചില ആൾക്കാരെന്താ പറയുന്നത്, ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അഭ്യസ്ത വിദ്യരായ നഗരജനങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ അറിയാവുന്ന കുറച്ച് കൂട്ടുകാരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു. വളരെ നേരത്തെ പ്രേമത്തിന് ശേഷം അവർ പലരും വിവാഹം കഴിച്ചു. അവർ മിക്കവാറും പേർ ചാതുർവർണ്ണത്തെ വിമർശിക്കുന്നവരായിരുന്നു. വളരെ ഗോപ്യമായിട്ടാണ് ഞാൻ അന്വേഷണം നടത്തിയത്. അതിൻ്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പം ഈ റൈറ്റർ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ നോർത്തു. എല്ലാവരും എന്താ പറയുന്നത്, ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ, പട്ടണത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. പട്ടണത്തിലുള്ളവർ കുറേ ഫോർവേഡാണ്, അവർ അഭ്യസ്ത വിദ്യരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അവർ തമ്മിൽ അവർക്ക് എന്ത് വേണേലും ചെയ്യാം, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്വേഷിച്ചപ്പോൾ എന്താണ് കണ്ടത്? ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരെല്ലാം ബ്രാഹ്മണ യുവതികളെ മാത്രമേ പ്രേമിച്ചുള്ളൂ. അവർ മറ്റ് താഴ്ന്ന ജാതിക്കാരെല്ലാം താഴ്ന്ന ജാതികളെ സ്നേഹിച്ചു, അവർ വിവാഹം കഴിച്ചു. അല്ലാതെ ആർക്കും ഇങ്ങനെ ജാതി മറികടന്നിട്ട് സ്നേഹിക്കാനോ വിവാഹം കഴിക്കാനോ ഒരു ധൈര്യവും ഇല്ലായിരുന്നു. അതാണ് പറയുന്നത്. ഐ സ്റ്റിൽ വണ്ടർ വൈ മോസ്റ്റ് ഓഫ് മൈ ബ്രാഹ്മൺ ഫ്രണ്ട്സ് ഹാപ്പൻ ടു ഫോൾ ഇൻ ലവ് ഓൺലി വിത്ത് ബ്രാഹ്മൺ ഗേൾസ് ആൻഡ് വൈസ് വേഴ്സ. തിരിച്ചും സിമിലർലി മോസ്റ്റ് ഓഫ് മൈ കായസ്ഥ ഫ്രണ്ട്സ് ഫെൽ ഇൻ ലവ് വിത്ത് കായസ്ഥാസ്. And the same holds true of other friends belonging to the other communities of the Varna order. എല്ലാം ജാതി അനുസരിച്ചിട്ടുണ്ട്. ഞാൻ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചതാണ് ഈ പട്ടണത്തിൽ എന്താണ് നടക്കുന്നത്, ഗ്രാമത്തിലെ കാര്യമൊക്കെ എങ്ങനെയാണെങ്കിലും
പട്ടണത്തിൽ എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കിയപ്പോഴെന്തായി, വാസ്തവത്തിൽ ബ്രാഹ്മണരായിട്ടുള്ള കുട്ടികൾ എപ്പോഴും ബ്രാഹ്മണരെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അതുപോലെ താഴ്ന്ന ജാതിയിലുള്ളവരെ എപ്പോഴും താഴ്ന്ന ജാതിക്കാരെ സ്നേഹിക്കാനേ ശ്രമിക്കുന്നുള്ളൂ. ആരും ഒരു ഈ ശിക്ഷയെ ഭയന്ന് അല്ലെങ്കിൽ ആരും ഒരു ഇങ്ങനെയൊരു ജാതിയെ മറികടന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. Some took the brave step of loving and marry outside their religion, but a close scrutiny shows that while they broke the religion barriers, they singularly failed to break the Varna caste barriers. കുറച്ച് പേരൊക്കെ ഉണ്ട് ജാതി വിട്ടിട്ടൊക്കെ വിവാഹം കഴിക്കുന്നവർ. That means lovers have a love line below which neither love nor marriage can take place. What a society this is, where love has been redefined to the narrowest compass with people who perpetuate it and willingly subject themselves to social censure. അപ്പം നമ്മുടെ ഈ ലെസൺ മൊത്തം പറയുന്നത് ജാതി വ്യവസ്ഥയും ആ ജാതി വ്യവസ്ഥയിൽ വിവാഹത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ്. ഇപ്പോൾ കാമുകന്മാർ മീൻസ് സ്നേഹിക്കുന്നവർ അവരുടെ വിവാഹം നടക്കണമെങ്കിൽ എന്തായിരിക്കണം, അവർ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ വർണ്ണവിവേചനങ്ങളെയൊക്കെ മറികടന്നാലേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും എന്താണ് നടക്കുന്നത്, ജനങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത് ഈ സാമൂഹിക വിമർശനങ്ങളെയൊക്കെ തന്നെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് തരാം. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞാൽ ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചതുർവർണ്ണ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു 4 മെയിനായിട്ടുള്ള 4 ജാതികളെ പറ്റിയാണ് പറയുന്നത്. അത് ശൂദ്രർ, വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണർ, അങ്ങനെയാണ് മനുഷ്യരെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആര്യന്മാരുടെ സമയം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജോലിയിൽ ഏർപ്പെടുന്നതും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിക്കുന്നതും. വിവാഹം വേറെ ഏതെങ്കിലും ഒരു ജാതിയിൽ ഉള്ളവരായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരുന്നു, ഗോത്രത്തലവന്മാർ ശിക്ഷ വിധിക്കുന്നു. അത് ചിലപ്പോൾ മരണശിക്ഷയാവാനും സാധ്യതയുണ്ട്. അപ്പം വിവാഹം സ്നേഹിക്കുന്നതിന് ജാതിയൊക്കെ നോക്കിയിട്ട് വേണം സ്നേഹിക്കാൻ എന്നൊക്കെയാണ് ഇപ്പോഴും ഈ സമയത്തും ഇന്ത്യയിൽ നടക്കുന്ന ഒരു രീതി. പല വ്യവസ്ഥകളുമുണ്ട്, പല നിയമങ്ങളുമുണ്ട്. നിയമത്തിന് ഇതൊക്കെ ശിക്ഷാർഹമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ആരും ധൈര്യപ്പെടുന്നില്ല മറ്റു ജാതിയിലുള്ളവർ കല്യാണം കഴിക്കാനായിട്ട്. കാരണം എന്ത് പേടിക്കുന്നു, അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെ ഭയന്നിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെസൺസ് മനസ്സിലായെന്ന് തോന്നുന്നു. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒന്നുകൂടി ക്ലാസ്സൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ചിൽഡ്രൻ, ബൈ.